ഞങ്ങളപ്പോൾ ഇന്നോയിലെ മാർസെയിൽസ് ടൗണിലെത്തി. അപ്പോൾ 1835 എസ്റ്റാബ്ലിഷ് ചെയ്ത ടൗണാണ്. ദിസ് ഈസ് maybe some kind of logo of Marseille town. So we have reached Marseille, Illinois. So this town is established in 1835. ആ ടൗണിൻ്റെ ചെറിയൊരു ഫോട്ടോ അവിടെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച താമസിച്ച ഇല്ലി സ്റ്റേറ്റ് പാർക്കിലെ സിറ്റിയാണിത്. മാർസെയിൽ സിറ്റി ഇൻ ഇല്ലിനോയ്. അവിടെ മാർസെയിലിന് എഴുതിയിട്ടുണ്ട്. അവിടെ അവിടുത്തെ പ്രധാന ഫാമിംഗ് ആയ കോൺ അവിടെ ആ ഫോട്ടോയിൽ കാണാൻ പറ്റും, ആ പോർട്രേറ്റിൽ കാണാൻ പറ്റും. അതുപോലെ സിറ്റിയുടെ ചെറിയൊരു ഫോട്ടോ അവിടെയുണ്ട്. ഭയങ്കര ശാന്തമായ സിറ്റിയാണ്. ലോഞ്ച് ഒരു ഡൈനിങ് ഏരിയ ആണ്. അത് അത്യാവശ്യം നല്ല ഫുഡാണുണ്ട്. അവിടെ ഗ്രില്ലുണ്ട്. കഴിഞ്ഞ ഒരു ആഴ്ച താമസിച്ച സിറ്റിയാണിത്. ഇല്ലിനോയ്സിലെ മാർസെയിൽ എന്നുള്ള ചെറിയ പട്ടണം. അപ്പം നമ്മളിപ്പോൾ മാർസെയിൽ ടൗണിലൂടെ സഞ്ചരിക്കുകയാണ്. ഞങ്ങളുടെ കഴിഞ്ഞ ഒരു ആഴ്ചത്തെ താവളമായിരുന്നു മാർസെയിൽ ടൗൺ. Turn right on Marseille Grove Street, ലൈബ്രറിയാണ്. then take the first right. One, 2, 3. Turn right on Rutland Street, then keep left. 1, 2, 3, 4, 5. നമ്മൾ മാർസെയിൽ ടൗൺ ചെറിയൊരു ശാന്തസുന്ദരമായ ഒരു ടൗണാണ്. അവിടെ ഇതേ ഒരു ക്ലോക്ക് ഉണ്ട്, സമയം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസ്റ്റ് ഓഫീസാണ്. 2, 3, 4, 5, 6. പിറകിലുള്ളത് മാർസെയിലെ US പോസ്റ്റ് ഓഫീസാണ്. ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് വിസിറ്റ് ചെയ്തതാണ്. Now we are on the shores of Illinois River. Illinois River. So there is a small dam kind of setup. We are going to that area to explore more. So now we are at the Marseille town in Illinois. So this is the Marseille town in Illinois. So if we take this bridge, the bridge ends at Illinois State Park, where we have camped for the last 7 days. So this is the Marseille town. Take a photo you. അവിടെ ക്ലോസ്ഡാ, നേരെ എടുത്തോ. That is the riverfront plaza.
Marseille is a small, beautiful town, very quiet town. So there are some gas stations like Shell and Circle K here. കഴിഞ്ഞ 7 ദിവസത്തെ യാത്രയിൽ വിൽനി സ്റ്റേറ്റ് പാർക്കിലായിരുന്നു ക്യാമ്പ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ ഗ്യാസ് എല്ലാം ഫില്ല് ചെയ്ത് ഇവിടെ സർക്കിൾ ചെയ്യാനാണ്. ഇവിടെ അതുപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പം നോക്കിയാൽ മനസ്സിലാവും ഇന്നോയ് റിവർ ഭയങ്കര കുത്തി ഒലിച്ചാണ് പോകുന്നത്. നല്ല കുത്തി ഒലിച്ച് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോവുകയാണ്. നല്ല ശക്തിയിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിനി ആ ഫ്ലാഗുള്ള ഏരിയയിലോട്ട് പോവാം. സോ ഞങ്ങളിപ്പോൾ ഇവിടെയുള്ള റിവർ ഫ്രണ്ട് പ്ലാസയിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇന്നോയ് റിവർ ഭയങ്കര അടുത്ത് കാണാൻ പറ്റും. നമുക്ക് ഇതിലൂടെ നടക്കാനുള്ള വഴി ഇട്ടിട്ടുണ്ട്. അതാണ് മർസേൽ ടൗണിൻ്റെ ഒരു സൈഡ്. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ റോസ. Smell it. No. Smell the flower. No. Okay, let's go. ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്. ഇത് വല്ല വാർ മെമ്മോറിയലാ. ഇത് മൊത്തം അവിടെ ഒരുപാട് ആളുകളുടെ പേരുകൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. US-ന്റെ ഫ്ലാഗ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു മെമ്മോറിയലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയുടെ ഒരു മെമ്മോറിയലാണ്. Tribute to the heroic servicemen and servicewomen who sacrificed their lives in the Middle East conflict while keeping America free. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയുടെ നേവി അല്ല, എല്ലാം ഉണ്ടായിരുന്നു. ആർമി, നേവി, എയർഫോഴ്സ് ഒക്കെ ഉണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോപ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോസ്റ്റ് ഗാർഡ് എല്ലാവരുടെയും ഓർമ്മയ്ക്കായിട്ടുള്ളൊരു മെമ്മോറിയലാണത്.